നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അഭിമന്യു കൊലപാതക കേസിലെ സുപ്രധാന രേഖകൾ കാണാനില്ല. എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് കുത്തേറ്റ് മരിച്ച അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ സുപ്രധാനമായ രേഖകളാണ് കോടതിയിൽ നിന്ന് കാണാതായിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെ 11 രേഖകളാണ് കാണാതായതിലുള്ളത്. വിവരം ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് ഇവ പുനഃസൃഷ്ടിക്കാൻ ഹൈക്കോടതി ജില്ലാ ജഡ്ജിമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതിനുള്ള നടപടികൾ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യു 2018-ലാണ് കുത്തേറ്റ് മരിക്കുന്നത്. നവാഗതരെ സ്വാഗതം ചെയ്യുന്ന SFIയുടെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലായിരുന്നു കൊലപാതകം. കേസിൽ വർഷങ്ങൾക്ക് ശേഷം വിചാരണ തുടങ്ങാനിരിക്കെയാണ് സെഷൻസ് കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായത്. ചാർജ് ഷീറ്റ്, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അടക്കമുള്ള 11 രേഖകളാണ് നഷ്ടമായതിലുള്ളത്. രേഖകൾ കണ്ടെത്താൻ കഴിയാത്ത വിധം നഷ്ടമായതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ അറിയിച്ചത്. വിചാരണ തുടങ്ങാനിരിക്കെ ഇത്തരത്തിൽ രേഖകൾ കാണാതായത് കേസ് അട്ടിമറിക്കാനല്ലേ എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. 2018 ജൂലൈ 2-ന് പുലർച്ചെ 12:45-നാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെടുമ്പോൾ മഹാരാജാസിലെ 2ാം വർഷ രസതന്ത്ര വിദ്യാർത്ഥിയും SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു. നവാഗതരെ സ്വാഗതം ചെയ്യുന്ന SFIയുടെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലായിരുന്നു കൊലപാതകം നടന്നത്. രേഖകൾ കാണാതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അന്വേഷിക്കണമെന്ന് SFI ആവശ്യപ്പെടുമ്പോഴും SFIക്ക് നേരെ സംശയത്തിന്റെ മുൾമുനകൾ നീളുകയാണ്. കോളേജിലെ ചുവരെഴുത്തിനെ ചൊല്ലി SFI ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിൽ നിലനിന്നിരുന്ന സ്പർദ്ധയെ തുടർന്നാണ് കൊലപാതകം നടന്നതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രതികൾ SDPIക്കാരാണെന്ന് പൊതുവെയുള്ള പറച്ചിലുണ്ടായിരുന്നുവെങ്കിലും പക്ഷേ SDPIക്കാരെന്ന് പറയുമ്പോഴും SFIക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കേസിൽ SFIയുടെ ഇടപെടൽ ആദ്യം മുതലേ സംശയം ജനിപ്പിക്കുന്നതാണ്. അഭിമന്യു കൊലപാതക കേസിൽ തുടക്കം മുതൽ തന്നെ സർക്കാരിന്റെ താൽപര്യക്കുറവും എടുത്തു പറയേണ്ടതാണ്. പ്രതിയെ പിടികൂടാൻ വൈകിയത് മാത്രമല്ല, കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ആയുധം പോലും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.